അങ്ങനെ ഷെയർ ചെയ്ത് പഠിച്ചിട്ടാണ്. അത് ഞാൻ എൻ്റെ ഒരു പാരസൈറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു. ആരാണോ ഞാൻ 2019 എം.ടെക് പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം മാരേജ് ആയിരുന്നു. അതിനുശേഷമാണ് PSCയിലോട്ട് ഞാൻ എത്തിപ്പെടുന്നത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി നല്ലപോലെ പഠിക്കുകയും മാക്സിമം സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ടേ ലളിതം പബ്ലിക്കേഷൻസ് പോലുള്ള പബ്ലിക്കേഷൻസ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോൾ നമ്മൾ +1 +2 NCERTയും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് പ്രവീൺ സാറിൻ്റെ ക്ലാസ്സാണ്. ഇൻ കേസ് നമുക്ക് ആ റിവിഷൻ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പഠിച്ചത് പോരാ. അമ്മ പറയാം അങ്ങോട്ട് ചെന്നാലേ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നിങ്ങനെ പറയുമായിരുന്നു. എല്ലാവർക്കും PK ലേണിംഗ്സ് സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറി പങ്കിടാനായി എത്തിയിരിക്കുന്നത് PSCയുടെ നിരവധി റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുകയും നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ജോലി നോക്കുകയും ചെയ്യുന്ന അനുവാണ്. അനുവിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം അനു. ഓക്കെ, പറയൂ അനു, എന്തായിരുന്നു ഈ ഒരു ഇത്രയും കാലത്തൊരു ജേർണി? വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കഠിനാധ്വാനത്തിലൂടെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു ജോലിയിലോട്ട് എത്തിപ്പെടാൻ പറ്റിയത്. ഒരു 2020 തൊട്ട് PSC പഠിക്കുമായിരുന്നു. അപ്പം 2020 to 23 എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഇയേഴ്സ് ആയിരുന്നു. കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം. അപ്പം അവരുടെയൊക്കെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ കൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അനുവിൻ്റെ സക്സസ് സ്റ്റോറി കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും. അതിന് മുന്നേ തന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കായി അനുവിനെ ഒന്ന് പരിചയപ്പെടുത്തും അവർക്ക് വേണ്ടി. ഓക്കെ, എൻ്റെ പേര് അനു. ഞാനിപ്പോൾ നിലവിൽ ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നു. വനിതാ ശിശുവികസന വകുപ്പിൽ അസിസ്റ്റൻ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ സ്വദേശം കൊല്ലമാണ്. കൊല്ലത്ത് പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, ബ്രദറുണ്ട്. പിന്നെ എന്നെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത് പാലക്കാടാണ്. അവിടെയും അച്ഛൻ, അമ്മ, ചേച്ചി, ഹസ്ബൻഡ് ഉണ്ട്. പിന്നെ എനിക്ക് 1.5 വയസ്സുള്ളൊരു മകനുണ്ട്. ഞാൻ 2019 എം.ടെക് പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം മാരേജ് ആയിരുന്നു. അതിനുശേഷമാണ് PSCയിലോട്ട് ഞാൻ എത്തിപ്പെടുന്നത്. മിക്ക കുട്ടികളുടെയും ഒരു സ്വപ്നതുല്യമായ ജോലിയാണ്. ഇപ്പം അനു പറയുകയുണ്ടായി, അനു കല്യാണത്തിന് ശേഷമാണ് PSCയിലേക്ക് ചുവട് വെച്ചിരുന്നത്. എങ്ങനെയായിരുന്നു ആ ജേർണിയുടെ തുടക്കം? അതോടൊപ്പം തന്നെ എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. അനുവിൻ്റെ നാടെന്ന് പറയുന്നത് കൊല്ലമാണ്. അതിനുശേഷം അനുവിനെ സത്യം പറഞ്ഞാൽ പറിച്ചു നടുക പോലെയായിരുന്നു പാലക്കാടിലേക്ക്. അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വ്യത്യാസം ആദ്യത്തെ ഒരു സ്റ്റേജുകളിൽ? എന്നെ സംബന്ധിച്ച് നമ്മളുടെ കൊല്ലത്തൊരു ന്യൂക്ലിയർ ഫാമിലി പോലെ ആയിരുന്നു. നമ്മളുടെ അച്ഛൻ, അമ്മ, ബ്രദർ, ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷെ പാലക്കാട് ഫാമിലി എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ട് നിറയെ ആൾക്കാരുള്ള നിറയെ ഫാമിലീസ്, വീടിന് ചുറ്റും ആൾക്കാരാണ്. അടച്ചു കെട്ടിയ പോലുള്ളൊരു സ്ഥലത്തിരുന്ന് പഠിക്കുകയും എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് അത്രയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ട് കൊണ്ടുപോകുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. കോളേജിലൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും തിരഞ്ഞെടുക്കുന്നത് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അപ്പം നമ്മളിപ്പം ഈ പാലക്കാട് ചെന്നപ്പോഴും എനിക്ക് അവിടെ ആരെയും അറിയില്ല. അങ്ങനെ ഇരിക്കെ ഈ കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ വന്നു. 2019 ഡിസംബർ 1 മാരേജ്. അത് കഴിഞ്ഞ് 2020 ആയപ്പോഴേക്കും ലോക്ക്ഡൗണും എല്ലാം ആയി. അതിനുശേഷം നമ്മൾ ആ ലോക്ക്ഡൗൺ പീരീഡിലാണ് ഹസ്ബൻഡ് പറഞ്ഞറിയുന്നത് ഇതണക്ക് കസിൻ്റെ വൈഫ് എൻ്റെ അതേ പ്രായമാണ്. അപ്പം പുള്ളിക്കാരി ഇതേവർക്ക് PSCക്ക് പഠിക്കുന്നുണ്ട്. അപ്പം നീയും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഹരിതേനെ കോണ്ടാക്ട് ചെയ്യുന്നു. ഹരിത എന്നാണ് കസിൻ്റെ പേര്. ഹരിതേനെ കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തു തുടങ്ങിയതാണ്. അതിനുശേഷമാണ് നമ്മളുടെ ഈ LDയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം വരുന്നതും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് അതിനകത്തുള്ള കണ്ടൻസ് എല്ലാം കറക്റ്റായിട്ട് എന്താണ് ഓൾറെഡി നമ്മൾ ഈ റാങ്ക് ഫയലൊക്കെ പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, നമ്മളൊന്ന് റിവിഷൻ ചെയ്ത് വെച്ചത് കൊണ്ട് സിലബസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റി. കാരണം റാങ്ക് ഫയലിൽ ഈ സിലബസ് നോക്കിയിട്ട് ഈ സിലബസിലുള്ള കണ്ടൻസ് ഒക്കെ ആ റാങ്ക് ഫയലിൽ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ പറ്റി. അതിനുശേഷം നമ്മൾ ചെയ്തത് SCERT ടെക്സ്റ്റ് ബുക്ക് 5 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ നല്ലപോലെ റെഫർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത്.
അതിനുശേഷം LDC റാങ്ക് ലിസ്റ്റ് വന്നു. പാലക്കാട് ജില്ലയിൽ 555 റാങ്കായിരുന്നു എനിക്ക്. പക്ഷേ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. എല്ലാവരെയും പോലെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അറിയാവുന്നത് തന്നെ ഞാൻ തെറ്റിക്കുന്നു, എനിക്ക് കുറേ നെഗറ്റീവുകൾ വരുന്നു. അപ്പോൾ എവിടെയാണ് എനിക്ക് പിഴവ് പറ്റിയത്? ഞാൻ പഠിച്ചല്ലോ, റാങ്ക് ഫയലൊക്കെ കവർ ചെയ്തല്ലോ, SCRT ടെക്സ്റ്റ് ബുക്കൊക്കെ കവർ ചെയ്തല്ലോ, എന്നിട്ട് എനിക്ക് എവിടെയാണ് ഈ പിഴവ് പറ്റിയതെന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലാവണില്ല. ഞാൻ പഠിക്കാൻ ഇറങ്ങിയ സമയത്ത് PSCയുടെ പാറ്റേൺ ഒക്കെ ആകെപ്പാടെ മാറി. വൺ വേർഡ് ആൻസറിൽ നിന്നും ഒരു സെൻറ്റൻസ് ടൈപ്പ് മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെ ആൻസേഴ്സ് ഒക്കെ സെൻറ്റൻസിൽ കൊടുക്കാൻ തുടങ്ങി. അതിൽ തന്നെ ഓപ്ഷൻസ് ഒക്കെ വരുന്നത് A and B, A, B, C, A and C. ആ ഒരു മെത്തേഡ്, ഒരു UPSC ലെവൽ തിങ്കിങ്ങും അതിനുള്ള ഒരു കഴിവും ഉള്ളവരിലോട്ട് നമ്മൾ ഉയർത്താൻ വേണ്ടി PSC കൊണ്ടുവന്ന ഒരു പുതിയ ടെക്നിക്കാണ്. പക്ഷേ അത് എനിക്ക് വളരെ സഹായകമായി. കാരണം ഒരു കാണാതെ പഠിച്ചിട്ട് പോയി എനിക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി എനിക്ക് ഈ ഒരു മെത്തേഡ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി എന്ന് വേണം പറയാൻ. അങ്ങനെ ആ ഒരു LDC എക്സാം കഴിഞ്ഞ് ഈ 555 റാങ്ക് ലിസ്റ്റ് വന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം എക്സാമിന് നേരെ ചൊവ്വേ പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റിയില്ല. എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. പക്ഷേ റാങ്ക് 555 ഉണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കിട്ടുമോ ഇല്ലയോ? റാങ്ക് ലിസ്റ്റിലുണ്ട്, എല്ലാവരും അറിഞ്ഞു റാങ്ക് ലിസ്റ്റിലുണ്ടെന്ന്. പക്ഷേ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അപ്പോഴും തീർച്ചയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ തന്നെ നമ്മളുടെ LDC റാങ്ക് ഹോൾഡേഴ്സ് 2019 ഒരു മീറ്റിംഗ് നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ കണ്ടക്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യുകയും അവിടെ നമ്മളുടെ ടോപ്പായിട്ടുള്ള കുറേ റാങ്ക് ഹോൾഡേഴ്സിനെ ഞാൻ പരിചയപ്പെടുകയും അവരിൽ നിന്നും കുറേയൊക്കെ എനർജി ഉൾക്കൊണ്ട് നമ്മൾ ഒരു പ്ലാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഡിഗ്രി ലെവൽ എക്സാം ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നല്ലപോലെ പഠിക്കുക, എഴുതുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലോട്ട് അങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പാലക്കാട് ഡിസ്ട്രിക്ട് ലൈബ്രറിയിൽ നമ്മൾ കുറച്ച് കുട്ടികൾ, അതായത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടി നല്ലപോലെ പഠിക്കുകയും അല്ലെങ്കിൽ എന്നെക്കാട്ടി നല്ല റാങ്ക് ലിസ്റ്റുകളിലൊക്കെ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് പഠിക്കാനാണ് ഞാൻ എന്നും പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ എന്നെക്കാട്ടി, ഞാൻ ഈ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്നെക്കാട്ടി നല്ല റാങ്ക് ഉള്ളവരായിരുന്നു. 5ാമത്തെ റാങ്ക് തൊട്ട് 55ാം റാങ്കും 95ാം റാങ്കും 250-നുള്ളിൽ റാങ്കുള്ള എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ആ ഒരു ഗ്യാങ്ങിൽ. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇവരെ കൂടെ ഇരുന്ന് പഠിച്ചാൽ എനിക്ക് ഒരു പക്ഷേ LD ലെവലിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഈ പാലക്കാട് ഡിസ്ട്രിക്ട് ലൈബ്രറിയിൽ ഒത്തുകൂടുകയും ഞങ്ങൾ അവിടെ നിന്നാണ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. സിലബസ് ഒരു അവിഭാജ്യ ഘടകമാണ് എല്ലാ പരീക്ഷയിലും. മാഡം പറയുകയുണ്ടായി, മാം സിലബസ് വെച്ചിട്ടാണ് ബാക്കിയുള്ള റാങ്ക് ഫയലുകളിൽ നിന്നും ഓരോ ടോപ്പിക്ക് കാര്യങ്ങൾ കണ്ടെത്തിയത്. അതെങ്ങനെയായിരുന്നു മാഡം ആ പ്രൊസീജിയർ ചെയ്ത് ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മുടെ കുട്ടികൾക്ക്? പൊതുവേ PSCക്ക് ഇറങ്ങുന്നവർ മാക്സിമം പോർഷൻസ് കവർ ചെയ്യാൻ നോക്കും. പക്ഷെ അത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണോ കവർ ചെയ്യുന്നതെന്ന് എനിക്ക് ബോധിച്ചിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ നമ്മളുടെ ഒപ്പീനിയൻസ് ചോദിക്കാൻ പിള്ളേർ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ മാക്സിമം സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ടേ കണ്ടൻസ് പഠിക്കാൻ നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷേ ഫുൾ കണ്ടൻറ്റും കവർ ആവില്ല, ഈ സിലബസിലുള്ള ഫുൾ സബ്ജക്ട്സും കവർ ആവില്ല. അതുകൊണ്ട് മാക്സിമം സബ്ജക്റ്റ് നോക്കി അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കറക്റ്റായിട്ടുള്ള രീതിയിൽ നോക്കിയിട്ട് വേണം പഠിക്കാനെന്ന് മാക്സിമം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടുതലും ആൾക്കാരും കോൺസ്റ്റിറ്റ്യൂഷനും ഈ സോഷ്യൽ മൂവ്മെൻറ്റ്, മറ്റേ INC അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിങ്ങനെ മാസങ്ങളോളം അതും പഠിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിലബസ് നോക്കുക, കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക, മാക്സിമം നമ്മളുടെ ഈ ലാംഗ്വേജസ് ഒക്കെ മിക്കതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അതിനോടൊക്കെ അനുബന്ധമായിട്ട് ആ ഒരു ടൈമിൽ അനുബന്ധമായിട്ട് കുറേ എക്സാംസ് നടക്കുമ്പോൾ അതിലൊക്കെ കൊടുക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSCയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തിട്ട് ഈ ഇംഗ്ലീഷും മലയാളം മാത്സിനൊക്കെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ ലളിതം പബ്ലിക്കേഷൻസ് പോലുള്ള പബ്ലിക്കേഷൻസ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് എന്ന് പറയുമ്പം നമ്മളുടെ ജോഗ്രഫി, ഹിസ്റ്ററി, സിവിക്സ് അങ്ങനെ കുറേ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി അങ്ങനെ കുറേ സബ്ജക്ട്സുകളുണ്ട്. അതിനൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. അതിനകത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഈ 5 to 10 വരെ ഉള്ളത് SCRT ടെക്സ്റ്റ് ബുക്ക്
10th ലെവൽ വരെ നമുക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവും. പക്ഷേ ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോൾ നമ്മൾ +1 +2 NCERTയും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിരുന്നു. ഈ ഒരു ജേർണിയിൽ അനു എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് പ്രവീൺ സാറിൻ്റെ ക്ലാസ്സാണ്. PK ക്ലാസ്സിലെ വോയിസ് നോട്ട്സുകളാണ് ഞാൻ മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ നമുക്ക് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണെങ്കിലും കേരള ഗവേണൻസ് ആണെങ്കിലും നമുക്ക് അന്നന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് സാറ് നല്ല വൃത്തിക്ക് പറഞ്ഞു തരികയും അതിനോടൊപ്പം PDF നോട്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആക്കുമായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ വളരെ ഒരു ബലികേറ മലയായിട്ടാണ് എനിക്കത് ആ സബ്ജക്റ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഡിഗ്രി ലെവലിൽ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ മൂവ് ആവുന്നുണ്ടെങ്കിലും ഈ 3 സബ്ജക്റ്റുകളും ഇങ്ങനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാണ്ട് നിന്ന സമയത്താണ് PK പ്ലാറ്റ്ഫോമിൽ ഇതേപോലെ ഫ്രീ ആയിട്ട് നമുക്ക് വോയിസ് ക്ലാസ്സും ഈ PDF നോട്ട്സും ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പം സാറ് അയക്കുന്ന PDF ഒക്കെ നമ്മൾ എല്ലാം കോപ്പി എടുത്തിട്ട് ഇപ്പോഴും ഞങ്ങൾ അതൊരു ബൈബിളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. എല്ലാ ആക്ട്സും നമുക്കതുകൊണ്ട് അതിനോടൊക്കെ ഭയങ്കരമായിട്ട് സാറിനോട് വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ആക്ട്സ് ഒക്കെ കണ്ടാൽ ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ കുറേ ഇംഗ്ലീഷും ABCDEFG എന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്ത് ലോജിക്കിലാണ്, ഇത് എങ്ങനെയാണെന്നൊക്കെ സാറിൻ്റെ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് ഓരോ അക്കമിട്ട് സാർ അത് നമുക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ലക്ഷ്മികാന്ത് പഠിച്ചാൽ മതി എന്ന് എല്ലാവരും പറയും. പക്ഷേ അതെങ്ങനെ പഠിക്കണം, അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കത് എങ്ങനെ ആൻസറിലോട്ട് എത്താൻ പറ്റും, ഇത്രയും ഓപ്ഷൻസ് തന്നിട്ട് കറക്റ്റ് ആൻസർ അതിന് കണ്ടുപിടിക്കണമല്ലോ. അതിനൊക്കെ സാറിൻ്റെ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. PK സാറിനോട് നന്ദിയുണ്ട്, ഇത്രയും നല്ലൊരു ഫ്രീ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തന്നതുകൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീണ മാഡത്തിന്റെ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു കുറച്ച് യൂസ്ഫുൾ ആയിട്ട്? ഞാൻ മിക്കവാറും ഈ നൈറ്റാണ് കൂടുതൽ ഇരുന്ന് നോക്കുന്നത്. അപ്പം ഞാൻ ഈ റിവിഷൻ ക്ലാസ്സസ് എല്ലാം കേൾക്കുമായിരുന്നു. കാരണം പഠിച്ച സബ്ജക്റ്റിൻ്റെ റിവിഷൻ നോട്ട്സ് വോയിസ് നോട്ട്സ് കാണും. അപ്പോൾ ഈ സബ്ജക്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ, ശരി ഇനി റിവിഷനായിട്ട് ഈ ക്ലാസ് കേൾക്കാം. അങ്ങനെ രാത്രി കിടക്കുന്നതിന് മുന്നേ മാഡത്തിൻ്റെ ഓരോ വോയിസ് ക്ലാസ്സുകളും കേട്ടിട്ടാണ് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ആൻസർ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് കിടക്കാറ്. അപ്പം മാഡത്തിൻ്റെ റിവിഷൻ ക്ലാസ്സും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ആ റിവിഷൻ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പഠിച്ചത് പോരാ, അപ്പോൾ അടുത്ത ദിവസം ചെന്ന് വീണ്ടും ആ സബ്ജക്റ്റ് നോക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. MEM മലയാളം ഇംഗ്ലീഷ് മാത്തമാറ്റിക്സിൻ്റെ എല്ലാ കുട്ടികളും ഒഴിച്ചുകൂട്ടി നിർത്തുന്ന സബ്ജക്റ്റാണ്. എങ്ങനെയായിരുന്നു മാം അത് ക്രാക്ക് ചെയ്യാൻ ആ ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്തത്? ഈ LDCക്ക് തന്നെ റാങ്ക് ബാക്കിലോട്ടായപ്പോൾ തന്നെ MEM ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഞാൻ അന്നേ നോട്ട് ചെയ്തതാണ്. കാരണം ഇത് എൻ്റെ വീക്ക് ഏരിയ ആണ്, അപ്പോൾ എനിക്കിത് പഠിച്ചേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മുടെ PK സാറിൻ്റെ പോളിംഗ് സംഭവങ്ങളുണ്ടായിരുന്നു. ക്വസ്റ്റ്യനും ആൻസർ പോൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇടുന്നത് കൊണ്ടും ആ സമയത്ത് തന്നെയുള്ള എക്സാംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനകത്തും അത് വരുന്നത് കൊണ്ടും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം തോന്നാറില്ല. കാരണം സാറ് എല്ലാ അപ്ഡേഷൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ പോൾ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും എല്ലാം. പിന്നെ ഈ വീക്കിലി വരുന്ന തൊഴിൽ വീതി തൊഴിൽ വാർത്തയൊക്കെ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇരുന്ന് ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള റാങ്ക് ഫയൽസും പിന്നെ ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് അത് എല്ലാം നല്ലപോലെ നോക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടുള്ളത് റിവിഷനാണ്. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ കൂടിയും അത് നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ഇക്വേഷൻസ് ഫോർമുലാസ് ഒക്കെ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരണമെന്നില്ല. മാത്സ് 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അധികം സമയം എടുക്കാണ്ട് വേഗം ചെയ്യേണ്ടുള്ള കാര്യം. അപ്പം ഈ ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം നല്ലപോലെ പഠിച്ചിട്ട് തന്നെ പോകണം. ക്വസ്റ്റ്യൻ എങ്ങനെയോ ആവട്ടെ, നമുക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതെല്ലാം നല്ല രീതിക്ക് പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും നമുക്ക് പറ്റുന്ന രീതിയിൽ അതെല്ലാം നല്ലപോലെ നോക്കിയിട്ട് പോവുക. നമുക്കും അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിന് മാം ഈ പറഞ്ഞ ഇതിൽ നമ്മൾ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും മലയാളം ഇംഗ്ലീഷ് മാത്സ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും GK ക്വസ്റ്റ്യൻസും നമ്മൾ പോളായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ അവരുടെ ഫ്രീ ടൈം യൂസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ
പറ്റും. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് ഒരു പോൾ കൊടുത്ത് നല്ല നമുക്ക് സമയം ലാഭിക്കാം. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എനിക്കത് വളരെയധികം യൂസ്ഫുള്ളും ആയിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. അതുപോലെ തന്നെ അനുവിൻ്റെ ജേർണിയിൽ ചില സമയങ്ങളിൽ അനു പറയുകയുണ്ടായി, അനുവിന് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഫയർ വുമൻ. അതിൽ സ്വിമ്മിങ്ങിൽ അനുവിന് ഒരു ഇത് നഷ്ടമായി. അതായത് റാങ്ക് 1 കിട്ടാൻ പോകേണ്ട ഒരു എക്സാം ആയിരുന്നു. ആ ഒരു ഇത് ലോസ് എങ്ങനെയായിരുന്നു സെക്രട്ടറി അസിസ്റ്റന്റ് കിട്ടിയ ആ ഒരു ജേർണിയിൽ അനു നേടിയെടുത്തത്? അത് ഞാൻ ഇടുക്കി ജില്ലയാണ് ഫയർഫോഴ്സ് വുമൺ ആദ്യമായിട്ട് വിളിക്കുന്നതായിരുന്നു. ഫയർഫോഴ്സ് വുമണിൻ്റെത് ആദ്യമായിട്ട് വിളിച്ചൊരു തസ്തികയായിരുന്നു. അപ്പം അതിൽ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം ഷോർട്ട് ലിസ്റ്റിൽ 15 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു 75ഓളം മാർക്കുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഉള്ളവർക്കൊക്കെ കമ്പാരിറ്റീവ്ലി 60 to 70 ഉള്ളിലുള്ള മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഫിസിക്കലും സ്വിമ്മിങ് ടെസ്റ്റും പാസ്സായി കഴിഞ്ഞാൽ എന്തായാലും റാങ്ക് 1 എത്താമെന്നുള്ള ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് ഫിസിക്കൽ പാസ്സായി. ഇടുക്കിയിൽ വെച്ചിട്ടായിരുന്നു ഫിസിക്കൽ. അപ്പോൾ ഫിസിക്കൽ പാസ്സായി. പക്ഷേ സ്വിമ്മിങ്ങിന് എന്തോ ഈ ഷോൾഡർ മസിൽ കയറി പിടിച്ചിട്ട് പാതി വഴിയിൽ നമുക്ക് സ്വിം ചെയ്യാൻ പറ്റിയില്ല. അത് വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം ഇത്രയും പഠിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു റാങ്ക് 1 കിട്ടുമ്പോഴായിരിക്കും നാട്ടുകാരാണേലും വീട്ടുകാരാണേലും നമ്മളെ ഒന്ന് തിരിച്ചറിയുന്നത്. നമുക്ക് അത്രയും കേപ്പബിലിറ്റി ഉണ്ടെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു തസ്തികയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അത് വല്ലാത്തൊരു കുറേ നാൾ എന്നെ അലട്ടിയിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. അതിൽ നിന്ന് റിക്കവർ ആവാൻ കുറേ സമയം എടുത്തു. എന്നിട്ടും ഡിഗ്രി ലെവൽ ഉണ്ടല്ലോ, അതിൽ നോക്കാം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് മൂവ് ചെയ്തത്. അനു ആ ഒരു ജേർണിയിൽ അനുവിനെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ടാവില്ല, അവരാരൊക്കെയായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളുടേത് അറേഞ്ച്ഡ് കം ലവ് മാരേജ് ആണ്. അപ്പോൾ ഞാൻ എംടെക് പഠിക്കുന്ന സമയം തൊട്ടേ എന്നോട് പറയുന്നുണ്ട് ഒരു ഗവൺമെൻറ് ജോലി നമ്മൾക്ക് എന്തായാലും അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ജോലി അത്യാവശ്യമാണെന്ന് പുള്ളിക്കാരൻ പറയും. പക്ഷേ ഈ ഗവൺമെൻറ് ജോലി എന്നുള്ള ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്നത് അമ്മയാണ്. അമ്മ പഠിക്കുന്ന സമയത്തെ പറയും നമുക്കൊരു ഗവൺമെൻറ് ജോലി വേണം, കുടുംബത്താർക്കും ഗവൺമെൻറ് ജോലി ഇല്ല, അപ്പോൾ നീ ഇത്രയും പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നീ പഠിച്ചൊരു ഗവൺമെൻറ് ജോലി. അപ്പോൾ ആ സമയത്തൊക്കെ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഗവൺമെൻറ് ജോലി എന്താ, വെറുതെ ഓഫീസിൽ പോകുന്നു വരുന്നു, അതിൻ്റെ ഒന്നും വേണ്ട, വല്ല IT പ്രൊഫഷണലും ആവാന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയാം അങ്ങോട്ട് ചെന്നാലേ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ഈ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എംടെക് പഠിക്കുന്ന സമയത്താണ്. അപ്പം ഏട്ടനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ബുക്സൊക്കെ വാങ്ങിച്ച് തന്ന് നോക്കണമെന്ന് പറയും. പക്ഷേ എംടെക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാറില്ല. കാരണം നമുക്ക് പ്രൊജക്ട് പ്രസൻറ്റേഷൻ, എക്സാംസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂവേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എംടെക് കഴിഞ്ഞ് ആ കല്യാണവും കഴിഞ്ഞ് കൊറോണ ലോക്ക്ഡൗണിലാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റുന്നത്. അതിന് എന്നെ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സായിട്ട് കുറേ പേരുണ്ട്, എല്ലാം നല്ല ടോപ്പ് റാങ്കിൽ നല്ല ജോലിയിലും ഇരിക്കുന്ന കുറേ പേര്. അവർ ആ സമയത്ത് പഠിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഫ്രഷറായിട്ട് ചെല്ലുകയാണ്, അവരൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ ഉപയോഗം, അല്ലാതെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക? ഞാൻ പണ്ട് മുതലേ എനിക്ക് ഒറ്റയ്ക്കുള്ള പഠിത്തം എനിക്ക് സെറ്റാവാറില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് പഠിക്കും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും. അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം ബുക്ക് തുറന്ന് ഉറങ്ങുന്ന ടൈപ്പ് തന്നെയാണ് ഞാനും. പക്ഷേ നമുക്കൊരു ഗ്രൂപ്പ് നല്ലപോലെ പഠിക്കാനും നല്ലപോലെ ഒരു മോട്ടിവേഷൻ തരാനും നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. കാരണം ഇപ്പം ഞാനിപ്പോൾ പഠിക്കാൻ പോവുമായിരുന്നെങ്കിലും എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല എൻ്റെ മൂഡ്. ചില ദിവസങ്ങളിൽ നല്ല പോസിറ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്കത് പറ്റില്ല. ആ ഒരു മൂഡ് കീപ്പപ്പ് ചെയ്യണമെങ്കിൽ അതേപോലെ മൂഡ് സ്വിങ് ഉള്ളവർ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇന്ന് എൻ്റെ മൂഡ് ശരിയല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൂഡ് നല്ലതാണെങ്കിൽ നമ്മളും അതിനൊപ്പം ചിയറപ്പാവും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിലുള്ള എല്ലാവരും എല്ലാ സബ്ജക്റ്റിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉള്ള ആൾക്കാരായിരുന്നില്ല. എല്ലാവർക്കും സ്ട്രോങ് ആയിട്ട് ഒരു സബ്ജക്റ്റ് കാണും. ആ ഇതിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളവർക്കും അത് ഷെയർ ചെയ്തിട്ടാണ് എല്ലാവരും കൂടി പഠിച്ചത്. ഒരാൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടിപൊളിയാണെങ്കിൽ അയാൾ അത് നല്ലപോലെ പഠിച്ച് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു തരും. അതേപോലെ എനിക്ക് ജോഗ്രഫി ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ NCERT ഒക്കെ നല്ലപോലെ പഠിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ ഈ NCERT ജോഗ്രഫി ഒക്കെ പഠിച്ചിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ കറണ്ട് അഫെയർ പഠിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റ് ഓരോരുത്തർ പഠിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെല്ലാവരും എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരും പഠിക്കട്ടെ,
അങ്ങനെ ഷെയർ ചെയ്ത് പഠിച്ചിട്ടാണ്. അത് ഞാൻ എൻ്റെ ഒരു പാരസൈറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു. ആരാണോ പറഞ്ഞു തരുന്നത് അവരെ ഞാൻ കൂടുതലും ആശ്രയിച്ചിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. നല്ലൊരു ടേമാണ് പാരസൈറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ അനു, എനിക്കൊരു ചോദ്യം. അനു വേറൊരു നാട്ടിലേക്ക്, പാലക്കാട് എന്നുള്ള സ്ഥലത്തേക്ക് മാറിയിട്ടാണ് ആദ്യത്തെ എക്സാം PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ 2 കൊല്ലത്തിന് ശേഷമാണ് സെക്രട്ടേറിയറ്റിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. എന്തായിരുന്നു ആദ്യത്തെ എക്സാം ഡേയുടെ എക്സ്പീരിയൻസും സെക്രട്ടേറിയറ്റിന്റെ എക്സാം കൊടുത്ത സമയത്തുള്ള എക്സ്പീരിയൻസും? രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം LDC പഠിച്ചിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്, പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഇല്ലായിരുന്നു. വർക്കൗട്ടുകളും കാര്യങ്ങളും OMR വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോയി LDC എഴുതിയത് കൊണ്ട് എനിക്ക് കാര്യമായിട്ട് എനിക്കത് നല്ലപോലെ ചെയ്യാൻ പറ്റിയില്ല. എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ലിസ്റ്റിൽ പോലും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയോ വന്നു. അപ്പോഴും റാങ്ക് നല്ല ബാക്കിലോട്ട്. കിട്ടുമോ കിട്ടില്ലേ എന്ന് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ അതിലും ഞാൻ ശരിയാവും, ഇനി അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ശരിയാവുമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ള എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്തത്. പിന്നെ അങ്ങോട്ട് എക്സാം എഴുതി വന്നപ്പോൾ മനസ്സിലായി കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടേ വരുള്ളൂ. പിന്നുള്ള എക്സാമിന് ഞാൻ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെയിലി ഞങ്ങൾ OMR എക്സാം ചെയ്യുമായിരുന്നു. ഒരു 1.25 മണിക്കൂർ ടൈം വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് OMR എക്സാം ചെയ്യുമായിരുന്നു. നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്തത് മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, നെഗറ്റീവ്സ് എത്രത്തോളം കുറയ്ക്കാമോ അതിനാണ് നമ്മൾ നോക്കിയിരുന്നത്. അതായത് നെഗറ്റീവ് കൂടുതലുള്ളവർ അന്ന് എല്ലാവർക്കും ചായ വാങ്ങിച്ച് തരണം, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ OMR ഇരുന്ന് ചെയ്യുന്നത്. അതേപോലെ പിന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചൊരു സാധനം പൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കില്ല. പക്ഷേ എക്സാമിന് അതിനകത്തു നിന്നായിരിക്കും എനിക്ക് മിസ്റ്റേക്കുകൾ പറ്റുന്നത്, നെഗറ്റീവ് വരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു പഠിച്ച സാധനം തന്നെ 5ഉം 10ഉം തവണ റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ ഡിഗ്രി ലെവലിലോട്ട് കയറുന്നത്. അപ്പം ഡിഗ്രി ലെവലിൽ കയറുമ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു തലേന്ന് നമുക്ക് സിനിമയ്ക്കൊക്കെ പോയിട്ട് അടുത്ത ദിവസം പോയി എക്സാം എഴുതാം. ഞാൻ അത്രയും കൂളായി. പക്ഷേ LDയുടെ സമയത്ത് അങ്ങനെയൊന്നുമല്ല. അയ്യോ, എനിക്കതിപ്പോഴും ഓർക്കുമ്പോൾ എനിക്കത് ചിരി വരും. കാരണം തലേന്നും ഇരുന്ന് പഠിത്തം മറിച്ചിട്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. എക്സാം ഹാളിൽ പോയിട്ടും ആ സ്കൂളിൻ്റെ വരാന്തയിലും ഇരുന്ന് തേരാപ്പാര മറ്റേ മൺചിത്രത്താഴിനകത്ത് ശോഭന പഠിക്കണ പോലെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നോക്കുമ്പം സത്യം പറഞ്ഞാൽ അത്രയൊന്നും നമ്മൾ അതിനു വേണ്ടിയിട്ട് അത്രയും കാട്ടിക്കൂട്ടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നി. അതിനൊപ്പം ചെയ്യുന്ന സെക്കൻഡ് അസിസ്റ്റന്റ് ജോബ് അതെങ്ങനെയായിരുന്നു? പല ജോബുകളിൽ നിന്ന്, അതായത് ആദ്യം LDC വന്നു, പിന്നെ ദേവസ്വം ബോർഡ് വർക്ക് ചെയ്തു. എങ്ങനെയായിരുന്നു ആ ഒരു ചേഞ്ച്? ഇതിൽ ഏതാണ് കൂടുതൽ കുറച്ച് നല്ല രീതിയിൽ എൻ്റെ പൊട്ടൻഷ്യലൊക്കെ കാണിക്കാൻ പറ്റും എന്ന് ഫീൽ ചെയ്തൊരു ജോബ് ഏതായിരുന്നു? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെയാണോ? അത് ഓഫ് കോഴ്സ് അത് തന്നെയാണ്. കാരണം ഞാൻ ആദ്യം ASM ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് എനിക്ക് മാവേലി സ്റ്റോറിലായിരുന്നു. അത് ഞാൻ 4 മന്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത്. അത് 2023 ഓഗസ്റ്റിലായിരുന്നു. അപ്പം അവിടെ ഒരു ഓണം സമയത്തൊക്കെയാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അതുകൊണ്ട് നല്ല റിസ്കി ആയിരുന്നു, നല്ല റഷും ഒക്കെ ഉള്ള സമയമായിരുന്നു ഈ സപ്ലൈകോയിൽ ആ സമയത്ത്. പിന്നെ അതിനുശേഷം ഞാൻ ഈ മെറ്റേണിറ്റി ലീവിൽ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ദേവസ്വം ബോർഡിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ, പോരേടം സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ടാണ് എനിക്ക് കിട്ടിയത്, കൊട്ടാരക്കര ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ. അതും അത്യാവശ്യം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതേവരെ ഇങ്ങനെയൊക്കെ ഒരു ജോബ് ഉണ്ടെന്ന് അറിയുന്നതും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അവിടെ പോയിട്ടും കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി. ഒരു ജോലി സ്ഥലം എങ്ങനെയാണ്, ആൾക്കാരൊക്കെ എങ്ങനെയാണ്, ഹയർ അതോറിറ്റീസ്, ലോവർ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. അതിനുശേഷം പിന്നെ SBCID അപ്പോയിൻമെൻറ്റ് വന്നു. പക്ഷേ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം 1 മാസത്തിനുള്ളിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വന്നു. ഞാൻ 2024 ഒക്ടോബർ 30 ഇവിടെ ജോയിൻ ചെയ്തു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഇവിടെ വന്നാലേ അറിയുള്ളൂ. ഒരു കേരളത്തെ ഫുള്ള് നമ്മളാണ് നിയന്ത്രിക്കുന്നതെന്ന് നമ്മളുടെ ആ ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു ജോബിന് തന്നെയാണ് ഞാൻ വളരെ ഹാപ്പിയാണ്. അതെ, അത് മുഖത്ത് കാണാനുള്ളത് പോലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പം മത്സരപരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അനുവിന് പറയാനുള്ള എന്താണ്? എങ്ങനെയാണ് അവർ ചെയ്യുക? എങ്ങനെയാണ് ഒന്ന് പാത്ത്? ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ്, ഒരു IAS ആസ്പിറൻറ്റിൻ്റെ ഒരു നോട്ടാണ് ഞാൻ കണ്ടത്. അതായത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷീ ഹാസ് വേസ്റ്റഡ് ഹർ ഹോൾ യൂത്ത് ഫോർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് IAS കോമ്പറ്റീഷൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഷീ ഹാഡ് ഫെയിൽഡ് ഇൻ ഹർ ലൈഫ് ആസ് വെൽ ആസ്
ദി IAS എക്സാം എന്നാണ് അവർ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. നിങ്ങൾ ഇത്രയും അവർ കാണിച്ചതിൻ്റെ ആത്മാർത്ഥതയുടെ 1% നിങ്ങൾ ഈ കേരള PSC എക്സാമിന് കാണിച്ചാൽ മതി. അത് ആർക്കായാലും ഇപ്പം എനിക്ക് കിട്ടുമെങ്കിലും നിങ്ങൾക്കും കിട്ടും, ഷുവറായിട്ടും കിട്ടും. പിന്നെ ഞാൻ കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നു. ഞാൻ അത് കേൾക്കുന്ന ഡയലോഗാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുമോ? ആ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ അതേപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇറങ്ങിച്ചെല്ലുക. ഈ PSC ആസ്പിറൻസ് ഇഷ്ടം പോലെ ആൾക്ക് കാണും. അപ്പോൾ അവരുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്, അവരുടെ ഒരു കാലിബറൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്കും നമ്മളുടെ കാലിബർ കൂട്ടാൻ പറ്റും. ഇന്ന് നമ്മളോടൊപ്പം PSC വിശേഷങ്ങളും അതോടൊപ്പം ജോലി വിശേഷങ്ങളും പങ്കുവെച്ചത് നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ ജോലി ചെയ്യുന്ന അനുവാണ്. അനു നല്ലപോലെ തന്നെ അനുവിൻ്റെ പഠന രീതികളും അതോടൊപ്പം എങ്ങനെയാണ് എക്സാം ക്രാക്ക് ചെയ്ത് അതിനുള്ള യാത്രകളും എല്ലാം നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച അനുവിന് PK ലേണിങ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.